എൻ്റെ പേര് നൗഫൽ. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ സമകാലികമായി ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവവികാസത്തെക്കുറിച്ചാണ്. ഈയിടെയായിട്ട് നമ്മുടെ ശശി തരൂരുടെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഫലസ്തീനിലെ ഹമാസ് പോരാളികൾ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് എന്നൊരു പ്രസ്താവന ഉണ്ടായി. അതുകൂടാതെ ഒക്ടോബർ 7 നടന്ന ഒരു ആക്രമണമായി അതിൽ നിന്ന് ഉണ്ടായതാണിപ്പോൾ ഈ ഫലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ പോരാട്ടമെന്ന് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കേൾവിയുണ്ട്. അത് ആ ഒരു സംഭവവികാസവുമായിട്ടുണ്ടായതാണോ അതോ അതിൻ്റെ പിന്നിൽ വല്ല മറ്റുള്ള കാര്യങ്ങളും കൂടി അറിയാൻ ഒരാഗ്രഹമുണ്ട്. അസ്സലാമു അലൈക്കും. ചോദ്യം സ്വാഭാവികമായിട്ടും ഇപ്പം നടക്കുന്ന ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഒരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വെച്ച് ബഹുമാനായ ശശി തരൂർ ഹമാസിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഭീകരവാദികൾ എന്ന രൂപത്തിൽ സംസാരിച്ചു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും പലസ്തീൻ പ്രശ്നം ഒക്ടോബർ 7 തുടങ്ങിയതാണ് എന്ന രൂപത്തിലുള്ള പലപ്പോഴുമുള്ള പ്രചരണത്തിൻ്റെ നിജസ്ഥിതിയുമെല്ലാമാണ് ചോദിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഒരു 1.5 മണിക്കൂറെടുത്ത് ഉത്തരം പറയേണ്ട വിഷയമാണ്. വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി, എന്താണ് ഫലസ്തീൻ പ്രശ്നം എന്നിന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം. സത്യത്തിൽ ഈ പ്രശ്നം ആരംഭിക്കുന്നത് എപ്പോൾ എന്നുള്ള ചോദ്യത്തിന് പല രൂപങ്ങളിൽ ഉത്തരങ്ങൾ പറയുന്ന ആളുകളുണ്ട്. അത് സോളമൻ്റെ കാലം മുതൽക്കുള്ള പ്രശ്നം എന്ന് പറയുന്നവരുണ്ട്. കുരിശുപടയാളികളുടെ കാര്യങ്ങൾക്ക് ശേഷം വന്നതുണ്ടെന്ന് പറയുന്നവരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽക്കുണ്ടായതാണെന്ന് പറയുന്നവരുണ്ട്. സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലത്താണ് ഈ പ്രശ്നം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല രൂപങ്ങളിലുള്ള ചരിത്രപരമായ വിശകലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിലെ ഫലസ്തീൻ പ്രശ്നത്തിൻ്റെ ആരംഭം 1948 മെയ് മാസം 10 കൂടിയാണ്. അന്ന് ബ്രിട്ടൻ്റെ മാൻഡേറ്റ് ആയിരുന്ന, ബ്രിട്ടൻ്റെ ഭരണപ്രദേശമായിരുന്ന ഫലസ്തീൻ എന്ന സ്ഥലത്ത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ നിന്നുള്ള എത്തിയ ഇസ്രായേലിയരെ, യഹൂദന്മാരെ കുടിയിരുത്തുകയും അവരുടെ രാഷ്ട്രത്തിന് UN ഐക്യരാഷ്ട്രസഭ അംഗീകാരം നൽകുകയും ചെയ്ത ദിവസമാണ് 1948 മെയ് മാസം 14. അന്ന് മുതൽക്കാണ് ആധുനിക കാലഘട്ടത്തിലെ ഫലസ്തീൻ പ്രശ്നം ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ അക്കാലത്ത് 1940കളിൽ ലോകത്തെ പല രാജ്യങ്ങളും സ്വതന്ത്രമായ കാലമാണ്. ഇന്ത്യ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് മാസം 15 പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് മാസം 14 ഇങ്ങനെ അതിനു മുമ്പ്
കോളനികളായിരുന്ന, വൈദേശികാധിപത്യത്തിലായിരുന്ന പല രാജ്യങ്ങളും സ്വതന്ത്രമായ സമയമാണ് 940-കൾ, 45-ന് ശേഷമുള്ള കാലം. ആ രാജ്യങ്ങളെല്ലാം വളർന്ന് വികസിച്ചിരിക്കുന്നു. ആ രാജ്യങ്ങളെല്ലാം സ്വയം പര്യാപ്തമായിരിക്കുന്നു. പക്ഷേ ഫലസ്തീൻ, ഇന്ന് ഇസ്രായേൽ എന്ന രാഷ്ട്രം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? അതിന് കാരണം മറ്റ് രാജ്യങ്ങളെപ്പോലെ ആ രാജ്യത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ ദാഹത്തിൻ്റെ ഫലമായി ഉണ്ടായൊരു രാഷ്ട്രമല്ല ഇസ്രായേൽ. ഒരു നാട്ടിലുള്ള ജനങ്ങളെ അടിച്ച് അമർത്തുകയും അടിച്ചോടിക്കുകയും ചെയ്തുകൊണ്ടുണ്ടായ രാജ്യമാണ് ഇസ്രായേൽ. യഥാർത്ഥത്തിൽ ആധുനിക ഇസ്രായേലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം ഞാൻ സൂചിപ്പിച്ച 946 മെയ് മാസം 14-ന് ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടി. 15 മുതൽക്കാണ് സ്വാതന്ത്ര്യ ദിനമായിട്ട് അവർ പറയുന്നത്. അതാണ്, ആ ദിവസമാണ് ഇസ്രായേലിനെ UN അംഗീകരിച്ചത്. അതുകൊണ്ടാണ് 15-ന് എന്താ സംഭവിച്ചത്? ചരിത്രത്തിൽ നക്കബ എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. എന്താണ് നക്കബ എന്ന പ്രതിഭാസം? അവിടെയുണ്ടായിരുന്ന ഫലസ്തീനികളെ അടിച്ചോടിക്കുക എന്ന പ്രതിഭാസം. അവിടെയുണ്ടായിരുന്ന, അന്ന് വരെ അവിടെ ജീവിച്ചിരുന്ന അറബികളായ ഫലസ്തീനികളെ, അവരിൽ മുസ്ലിങ്ങൾ പെടും, ക്രിസ്ത്യാനികൾ പെടും, അവരെ അടിച്ചോടിക്കുക. അങ്ങനെ അഭയാർത്ഥികളായി ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് 7.5 ലക്ഷം ഫലസ്തീനികൾ അഭയാർത്ഥികളായി പോകുന്നത് മുതൽക്ക് ആരംഭിക്കുന്നതാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. പിന്നെ യുദ്ധങ്ങളുണ്ടായി. അറബ് രാഷ്ട്രങ്ങൾ അവരുമായി യുദ്ധം ചെയ്തു. വിമോചന പോരാട്ടങ്ങളുണ്ടായി. അതിനുവേണ്ടിയുള്ള സംഘടനകളുണ്ടായി. ആ സംഘടനകളിൽ പലതും പല ആശയങ്ങളുള്ള ആളുകളായിരുന്നു. ദേശീയതയുടെ അടിസ്ഥാനത്തിൽ സംഘടന ഉണ്ടായി, കമ്മ്യൂണിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനയുണ്ടായി, സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനയുണ്ടായി. എല്ലാം ഫലസ്തീൻ്റെ വിമോചനം എന്ന സ്വപ്നവുമായി, ലക്ഷ്യവുമായിട്ടുണ്ടായ സംഘടനകൾ. ഈ സംഘടനകളുടെ എല്ലാറ്റിൻ്റെയും ഒരു ഐക്യവേദി എന്നുള്ള നിലയ്ക്ക് PLO എന്ന സംഘടന ഉണ്ടായി. PLO നിരന്തരമായ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ പലസ്തീൻ രാഷ്ട്രമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തി. ഇസ്രായേൽ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഫലസ്തീൻ എന്ന ഒരു രാജ്യം അതിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ, ആ പ്രദേശത്ത് തന്നെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തി. അതിനുവേണ്ടിയുള്ള കരാറുകൾ ഉണ്ടാക്കി. കൃത്യമായ അതിരുകൾ നിർണയിക്കപ്പെടേണ്ടതുണ്ട് എന്ന് UN അടക്കം ഇടപെട്ടുകൊണ്ടുള്ള പ്രമേയങ്ങളുണ്ടായി. പലതരത്തിലുള്ള കരാറുകളും സന്ധികളും ഉണ്ടായി. പക്ഷെ ഇതെല്ലാം ഏകപക്ഷീയമായി കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം അവിടെയുള്ള അറബികളെ, മുസ്ലിങ്ങളും ക്രൈസ്തവരുമായ അറബികളെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പീഡനം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രൂപങ്ങളിലുള്ളതാണ്. അതിനെതിരെയുള്ള സമരങ്ങളുണ്ടായി പല രൂപങ്ങളിൽ. ഇൻതിഫാദ, 1-ാം ഇൻതിഫാദ, 2-ാം ഇൻതിഫാദ, മുന്നേറ്റങ്ങളുണ്ടായി. പക്ഷെ അതെല്ലാം അടിച്ചമർത്തപ്പെട്ടു. ഇപ്പോഴും ഇതിന് ഒക്ടോബർ 7-ന് മുൻപും അവിടെ നിരന്തരമായി
സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുമായ അറബികളുടെ വീടുകളിലേക്ക് പട്ടാളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഇസ്രായേലിൽ കടന്നു വരുന്നു. അവരെ പുറത്താക്കുന്നു. പുറത്താകാൻ വിസമ്മതിച്ചാൽ അവരെ കൊന്നൊടുക്കുന്നു. പ്രതിഷേധിച്ചാൽ ജയിലിലടക്കുന്നു. ഇത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയുന്ന, ഇവിടെ സൂചിപ്പിച്ച ചോദ്യകർത്താവ് സൂചിപ്പിച്ച ഹമാസ് എന്ന പ്രസ്ഥാനമുള്ളതാകെ ഗാസ സ്ട്രിപ്പിലാണ്, ഗാസ മുനമ്പ്. നമ്മൾ പലപ്പോഴും മീഡിയകൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതെല്ലാം എവിടെയാണ് എന്താണെന്നല്ലോ. ഏറ്റവും കൂടുതൽ ഭൂപ്രദേശമുള്ള ഇസ്രായേൽ പലസ്തീൻ അതോറിറ്റി ഉണ്ടായി ഇതിനിടക്ക്. പലസ്തീൻ അതോറിറ്റി എന്ന ലോകത്ത് UN അടക്കം അംഗീകരിച്ച ഫലസ്തീനിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടായി. പക്ഷേ അത് ഇസ്രായേൽ അംഗീകരിച്ചില്ല. പലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ വെസ്റ്റ് ബാങ്ക് ഉണ്ടായി. അതോറിറ്റിയുടെ കീഴിൽ തന്നെയായിരുന്നു ഗാസയും അൽ അക്സ. ആ ഫലസ്തീൻ അതോറിറ്റിയുടെ കീഴിൽ തന്നെയാണ് ഇപ്പോഴും വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹമാസ് എന്ന പാർട്ടിയുടെ ഭരണത്തിന് കീഴിലായി. ഞാൻ പറയുന്നത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആദ്യം സൂചിപ്പിക്കുന്നത്. ഈ പ്രശ്നം തുടങ്ങുന്നത് ഒക്ടോബർ 7-നല്ല. പ്രശ്നം തുടങ്ങുന്നത് 1948-ലാണ്. അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നം, അന്ന് മുതൽ പീഡനങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അന്ന് മുതൽ ആളുകളെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അന്ന് മുതൽ ഏകപക്ഷീയമായി എന്ന രൂപത്തിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവർക്കെതിരെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ, പല രൂപങ്ങളിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങളിൽ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രതികരണമാണ് ഒക്ടോബർ 7 ഉണ്ടായത്. അതന്ന് സ്വാഭാവികമായും നിരന്തരമായി ആയിരക്കണക്കിന് കുട്ടികൾ കൊല്ലപ്പെടുന്നു, ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുന്നു, പതിനായിരക്കണക്കിന് ആളുകൾ ജയിലിൽ കിടക്കുന്നു. ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായൊരു പ്രതികരണമാണ് സത്യത്തിൽ ഈ പ്രതികരണം. ആ പ്രതികരണത്തെ, അതാണ് ഇന്നത്തെ ഫലസ്തീനിലെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഫലസ്തീനിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച പ്രയാസങ്ങൾക്ക്, പീഡനങ്ങൾക്ക്, യുദ്ധത്തിന് എല്ലാം അടിസ്ഥാനപരമായ കാരണം അതാണ് എന്ന് പറയുന്നിടത്ത് വസ്തുതയുടെ അടിത്തറയില്ല. അതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരുന്ന പീഡനങ്ങളും അതിക്രമങ്ങളും ഒന്ന് ശാക്തീകരിക്കപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതാണ് ആ വിഷയത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി ഇവിടെ സൂചിപ്പിച്ചത്, അവിടെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹമാസുമായി ബന്ധപ്പെട്ടതാണ്. അതൊരു ഭീകരവാദ സംഘടനയാണോ എന്നാണ് ചോദ്യം. സത്യത്തിൽ ഭീകരവാദം, അതുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ഒരുപാട് തർക്കവിതർക്കങ്ങൾ നടക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹമാസ് എന്നത് അവിടുത്തെ ഒരു പോരാട്ട സംഘടനയാണ്. ഒരുപാട് സംഘടനകളിൽ ഒന്ന്. ഗാസയിൽ ഇന്ന് ഭരണമുള്ള ഹമാസ് അതൊരു ഭീകരവാദ സംഘടനയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമ്മൾ അതൊരു രാഷ്ട്രീയ പ്രശ്നമെന്നുള്ള നിലക്ക് അവിടെ
രാഷ്ട്രമീമാംസകന്മാർ എന്താണ് ആ വിഷയത്തിൽ പറയുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. UN പറയുന്നത്, UN-ന്റെ ഭീകരവാദി സംഘടനകളുടെ ലിസ്റ്റിൽ ഹമാസ് ഉണ്ടോ? ഹമാസ് ഇല്ല. എന്തുകൊണ്ടാണ്? അവർ ഒരു പ്രതിരോധ സംഘടനയാണ് എന്ന് അംഗീകരിക്കുന്നതുകൊണ്ടാണ്. സ്വന്തം നാട്ടിൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടനയാണ് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇന്ത്യ രാജ്യം, നമ്മുടെ രാജ്യം ഇന്ത്യയാണല്ലോ. ഇന്ത്യ രാജ്യം ഇതേവരെ ഹമാസിനെ ഒരു ഭീകരവാദ സംഘടനയുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇല്ല എന്നാണ്. തീർച്ചയായും ഇവിടെ ശശി തരൂരിൻ്റെ സംസാരമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ശശി തരൂരിൻ്റെ ആ സംസാരത്തെ അദ്ദേഹം തന്നെ ഇന്നലെ നടന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം എന്നുള്ള നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പൊരുതുന്ന പലസ്തീനികളോടൊപ്പമാണ് എന്നും അദ്ദേഹം എന്നുള്ള കാര്യം. ഇവിടെ തീർച്ചയായും ഹമാസ് എന്ന പ്രസ്ഥാനം അതിന് ചില പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, അതിന് ചില അടിസ്ഥാന ആദർശങ്ങളുണ്ട്, അതിനതിൻ്റെ രീതിയുണ്ട്. ആ രീതിക്ക് അവരുടേതായ ന്യായീകരണങ്ങളുണ്ട്. ചിലപ്പോൾ ആ രീതികളോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം, പലർക്കും വിയോജിപ്പുണ്ടാകാം. അവരുടെ അടിസ്ഥാന ആശയങ്ങളിൽ ചിലതിനോട് വിയോജിപ്പുണ്ടാകാം. ആ വിയോജിപ്പോ അടിസ്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇത് ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. ആ വിയോജിപ്പ് എന്നുള്ളത് സ്വാഭാവികമായും, അതുകൊണ്ടാണ് അവിടെ തന്നെ ഒരുപാട് സംഘടന ഉള്ളത്. PLOക്ക് കീഴിൽ തന്നെ ഒരുപാട് സംഘടനകളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഉണ്ടാവാൻ കാരണം? ഈ പോരാട്ടം എങ്ങനെയാകണം എന്നുള്ള കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പലസ്തീൻ എന്ന ഒരു കോസ്, പലസ്തീൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, സ്വതന്ത്ര പലസ്തീൻ എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അത് എങ്ങനെയാകണം എന്നുള്ള വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കൊണ്ടാണ് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ അത് എല്ലായ്പ്പോഴും ഉള്ളതാണ്. ഇപ്പം ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉള്ള നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ വന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പക്ഷെ അതിനർത്ഥം കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തതെന്നാണോ? അല്ല. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളുണ്ടായിരുന്നു. അതിൽ ചില ആളുകൾ സായുധമായി തന്നെ ബ്രിട്ടന് പോരാടണമെന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ആളുകൾ, ഭഗത് സിംഗിനെ പോലെയുള്ള ആളുകൾ, ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ആളുകൾ സായുധ സമരത്തിലൂടെയാണ് ബ്രിട്ടീഷുകാരോട് പോരാടേണ്ടത് എന്നും അങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടേണ്ടത് എന്നും വീക്ഷണമുള്ള ആളുകളായിരുന്നു. ആ വീക്ഷണത്തോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളായിരുന്നു ഗാന്ധിജി. ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോരാട്ടമുണ്ടാവും. ഇതേപോലെ തന്നെ ഹമാസിൻ്റെ രീതികളോട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച പണ്ഡിതന്മാരുണ്ട്, വിമർശിച്ച പണ്ഡിതന്മാരുണ്ട്. അതിനർത്ഥം ഈ ലക്ഷ്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുന്ന സമയത്ത് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നല്ല. ഈ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം എന്താണ്? പലസ്തീനിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകളുടെ മോചനം എന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടക്കുന്നത്. തീർച്ചയായും ആ പോരാട്ടത്തിൽ മനുഷ്യസ്നേഹികളായ ആളുകളുടെ മുഴുവനും പിന്തുണ നേടിയെടുത്തുകൊണ്ട് ലോകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടം അതിൻ്റെ
അത് ഭീകരവാദമാണ് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ചർച്ച കൊണ്ടുപോകുന്നത് തീർച്ചയായും ഭൂഷണമല്ല. ഞാൻ പറഞ്ഞല്ലോ, UN പോലെയുള്ള അന്താരാഷ്ട്ര സംഘങ്ങൾ ഭീകരവാദികളാണ് എന്നവരെ വിളിച്ചിട്ടില്ല. ഒരു രീതികളോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, സ്വാഭാവികമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇത് എന്നാണ് ചോദ്യത്തിൻ്റെ ഉത്തരമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്.